ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുലി എട്ടിക്കൊട്ടിക്കേറും താളം, ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത്ര നാൾക്ക് എവിടെയായിരുന്നു എന്നൊക്കെ. ഞാൻ ഈ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴേ, ഈ ഗായകരുടെയൊക്കെ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര നാൾ എവിടെയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ആളുകൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മേക്ക് കുത്താൻ നേരത്ത് ഒരു ചെറിയൊരു സംഭവം ഹൃദയത്തിൽ പതിഞ്ഞതുപോലെ ഒരു സംഭവം ഞാൻ കണ്ടു. എന്താണ് ശരിക്കും സംഭവം? എനിക്കൊന്ന് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാമോ? ഇതാ എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഞാൻ രാജേഷിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അത് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് പേര് രസുരാജേട്ടനും കൂടി വന്നു. എടാ ഒന്നും പറയണ്ട, അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ, എങ്ങനെ സിരിക്കാതിരിക്കും? അങ്ങർക്ക് ചിക്കൻ കുഞ്ഞ് പിടിക്കുന്ന കരുതി നാട്ടിലുള്ള മകളുടെ വീട്ടിൽ പോയതാ, അവിടെ വെച്ച് കാളെ കുത്തിമറിച്ചു. ഉറക്കപ്പായി എഴുന്നേറ്റ് പസന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ, ദോഷം പറയതല്ലോ. കാളയുടെ ഒരു സൗട്ടിന് തന്നെ അമ്മ മറിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് താളക്ക് ജീവൻ ബലി അർപ്പിച്ച ഈ മഹം മനുഷ്യന് വേണമെങ്കിൽ ഒരെണ്ണോ കണ്ടോളൂ, സിരിക്കരുതേ അങ്ങനെ പറഞ്ഞിട്ട് ചെല്ലക്കളിപ്പോവാ. 2 വയസ്സ്. എന്താ രസം, അടിപൊളിയാണ്. അപ്പൊ ഇതുപോലെയുള്ള വൺമാൻ ഷോകളാണ് രാജേഷ് ഏറ്റവും. ഇതൊക്കെ ഈ വോയിസ് ഞാൻ ഡബ്ബിയല്ല ലാലേട്ടൻ ഏതൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട് ഞാൻ അഭിനയിച്ചേക്കണം. 4-5 പടം. ഇപ്പൊ ധ്യാന്റെ പടം ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. കബഡി ബേസ് ചെയ്തിട്ടൊരു പാലക്കാടായിരുന്നു ഷൂട്ട്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ അത് പടം. പിന്നെ ഇപ്പോൾ ഒരു 1-2 പടത്തിന്റെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 5 പടം അടുത്ത് ചെയ്തു. അപ്പൊ ഇത്രയും നാള് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും വരാതെ ഇരുന്നു, ഒരുപാട് ഷോസുകൾ ചെയ്തു, ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി, എല്ലാം ചെയ്തു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയൊരു ഫേമസ് ആയിട്ട് വന്നിട്ടില്ല. അധികം ആളുകൾ എന്റെ ഫേസ് തിരിച്ചറിഞ്ഞിട്ടില്ല. പല രൂപത്തിലാണ് ഫേസ് വരുന്നത്. ഇന്നിപ്പോ ഞാൻ അക്കടെ പറഞ്ഞില്ല, ആ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ താടി എടുക്കും, ചിലപ്പോൾ എന്നെ മനസ്സിലാവില്ല. ഇപ്പൊ അതിനൊരു ഉദാഹരണം, പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പുറത്തിലും എല്ലാവർക്കും അറിയാം, അല്ല ഇവിടെ നാട്ടിൽ അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നാട്ടിലെല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഷേപ്പിൽ ഒത്തിരി ആൾക്കാരുണ്ടാവും. കാരണം അവർ ഫെമിലിയർ ആയ ഫേസ് കിട്ടായാലല്ലേ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഷേപ്പുള്ള ഇപ്പം ഞാൻ ഉദാഹരണം, എൻ്റെ അനിയൻ തന്നെ എന്നെ പോലെ ഇരിക്കണം. ഇപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ അവനാണോ ഞാനാണോ ചെയ്തതെന്ന് ആളുകൾക്ക് മിണ്ടാൻ പേടിയാ. നീ ഇപ്പം ഇവനാണോ ചെയ്തത് അവനാണോ ചെയ്തതെന്ന് അറിയാൻ പാടില്ല. രണ്ടുപേരും ഒരേപോലെ. അപ്പോൾ എൻ്റെ ഷേപ്പിൽ ഒത്തിരി ആൾക്കാരുണ്ടോ. പ്രോഗ്രാം കഴിയുമ്പോൾ ഓഡിയൻസ് എങ്ങനെയായിരിക്കും? അവരൊക്കെ ഒന്ന് പരിചയപ്പെടും, ഫോട്ടോ ഒക്കെ എടുക്കും, സെൽഫി ഒക്കെ എടുക്കും. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, എനിക്ക് എൻ്റെ ഇൻസ്റ്റയൊക്കെ മരിച്ചെടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ അമൃതയിലെ പരിപാടി ചെയ്തതിന് ശേഷം അത് നല്ല ഊർജിതമായിട്ട് ഫോളോയിങ് കയറി, ഫോളോവേഴ്സൊക്കെ ഒത്തിരി ആയിട്ടുണ്ട്. കാരണം അതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത്ര നാൾക്ക് എവിടെയായിരുന്നു എന്നൊക്കെ. ഞാൻ ഈ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴേ, ഈ ഗായകരുടെയൊക്കെ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര നാൾ എവിടെയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ആളുകൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വേണിച്ചേട്ടൻ്റെ ശബ്ദത്തിൽ പാട്ട് പാടില്ലേ? അതൊന്ന് നമുക്കൊന്ന് കേട്ടാലോ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കും, എനിക്ക് അടിപൊളിയാണ് പെർഫോം, നിങ്ങൾ എത്ര നാൾ എവിടെയായിരുന്നു, നിങ്ങളൊക്കെ മാറി നിൽക്കരുത് ഇങ്ങനെ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഇബ്രു പെരിഞ്ഞാലാന്നും പറഞ്ഞു ഞാൻ മെസ്സേജ് കണ്ടിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഇബ്രു നല്ല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. വേറെ അല്ല ടൈപ്പിലുണ്ടത്. ഞാനും അതുപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാണ് ആളെ പൊക്കി കൊണ്ടുവന്നു. എന്നിട്ട് നമുക്ക് അത് തിരിച്ചറിയാതിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വിഷമമുണ്ട്. കാരണം ഇന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ തൃശ്ശൂർ അടുത്തൊരു പ്രോഗ്രാമിന് പോയിട്ട് എൻ്റെ ഈ അമൃതയിലെ പരിപാടി വന്നതിന് ശേഷം അവർ കണ്ടിട്ട് തന്നെ വിളിച്ചാൽ. അപ്പോൾ ഞാൻ പരിപാടിയൊക്കെ ചെയ്ത് ഭയങ്കര കയ്യടി ആൾക്കാർ. അപ്പോൾ അതിൽ ചേട്ടൻ എന്നെ സെൽഫി എടുക്കാൻ വന്നു. ചേട്ടൻ പേര് ഞാൻ ഓർക്കണം. ചേട്ടൻ സെൽഫി എടുക്കാൻ വന്നു. മോൻ ചെയ്തൊക്കെ അടിപൊളിയുണ്ട്, സൂപ്പറാണ് മോനെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു പയ്യൻ, അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് താടിയുണ്ട്. ഞാൻ ഈ ചാനൽ എപ്പിസോഡ് ചെയ്യുമ്പം ഞാൻ ആ സ്കിറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് താടി എടുത്തായിരുന്നു. അപ്പം മീശ മാത്രമേ ഉള്ളൂ, ഒരു കട്ടി മീശയും ക്ലീൻ ഷേവ് ഫുള്ള്. പറഞ്ഞു ഒരു പയ്യൻ വന്നു അടിപൊളിയായിട്ട് ചെയ്തു മോനെ, നല്ലതാണ്. പയ്യന് വേര് ഞാൻ അങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കണ്ടതാ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വന്ന് എൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ട് ഈ പയ്യനാണോ? ഈ പയ്യൻ എന്നോ പെർഫോമൻസ് അടാവെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എൻ്റെ പിന്നെ ആ പയ്യൻ തന്നെ ഞാൻ താടി വെച്ചെന്നുള്ളൂ. എന്നോ ഇത് താടിയില്ലാത്ത ഞാനാണത്, രാജേഷ് അടിമാലി. എന്നെ പറഞ്ഞു പുള്ളി എന്ത് ചെയ്ത് വിശ്വസിക്കണേ. ഞാൻ ചേട്ടാ ഞാനാണത്. അപ്പോൾ ഞാൻ എൻ്റെ അന്ന് ഞങ്ങൾ എടുത്ത സെൽഫി ഉണ്ടായിരുന്നു ഫാമിലിയായിട്ട് ചാനൽ ചെയ്തിട്ട്. ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഞാനത് കാണിച്ചു, ചേട്ടാ ഞാനാണത്. അപ്പോൾ പുള്ളി അത് കണ്ടിട്ട് പോലും എന്നെ മനസ്സിലാവുള്ള. അതിന് പുള്ളിനെ കുറ്റം ഇപ്പോഴും നമ്മൾ മാറ്റി ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫേസ് മാറ്റി വെച്ചേക്കും. അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെ. കാരണം ഒരു കണക്കിന് തിരിച്ചറിയാതിരിക്കും ബെറ്റർ. പൈസ കൊടുത്തവരൊക്കെ ചോദിക്കാതിരിക്കില്ല, മാറി നിന്നാ അങ്ങോട്ട് പോകാലോ എന്നല്ലേ. എന്തായാലും തിരിച്ചറിയും. അതെ, തിരിച്ചറിയുന്ന ഒരു കാലം വരും. അത് വരും എന്തായാലും. ഇപ്പം ഞാൻ തിരിച്ചറിഞ്ഞില്ലേ, അതെ. അതുപോലെ എത്രയോ പേര് ഇനിയിപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവും, ഒരുപാട് പേര്. അതുപോലെ തന്നെ ചില എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ പറയാം, നീ ഇത്രയൊക്കെ ചെയ്ത് നിന്നൊന്നും ഒരു മനുഷ്യൻ പോലും തിരിച്ചറിയില്ല. പക്ഷെ ഇന്ന ആൾക്കാരൊക്കെ അറിയൂ കേട്ടോ. നമ്മുടെ സമയമാവണേ ഉള്ളൂ.
നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ തിരിച്ചറിയും. ഞാൻ രാജേഷിനെ ശരിക്കും ഫോൺ ചെയ്യാൻ നേരത്ത് മെസ്സേജ് അയച്ച് ഫോൺ നമ്പറൊക്കെ തന്ന് ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജേഷ് ഇങ്ങനെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. അടിമാലിയിലാണ് വീട്. രാജേഷ് അടിമാലി എന്ന് പറഞ്ഞുകൊണ്ട് അടിമാലി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയി ഒരു ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ ഹായ് കഴിച്ചതിന് നോക്കാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ 2 ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ 2 അതാണ് ഏറ്റവും അതാ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും ആ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാനാണ് രാജേഷിനെ എൻ്റെ ഫോണൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 500 ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിലൊന്നും ഞാൻ കയറാറില്ല. ഇപ്പോഴും റീഡ് ചെയ്യാത്ത ഒത്തിരി മെസ്സേജ് ഞാൻ കയറാറില്ല. എൻ്റെ ഒരു സാധനം ഞാൻ അങ്ങനെ അധികം ഇടാറില്ല, ഒന്നും ഇടാറില്ല. ചിലപ്പോൾ നമ്മൾ ഇടുമ്പോൾ അതിനകത്ത് നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ അവർക്ക് അതെനിക്കൊരു അനുഭവം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇടാത്തത്. ഇപ്പോഴത്തെ കാലത്തെ നമ്മുടെ സ്വന്തം പ്രൊമോട്ട് ചെയ്താലാണ് ആളുകളിലേക്ക് എത്തുള്ളൂ. അതെ, അല്ലാതെ നമ്മളെ അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. അതെ, അതിൽ യാതൊരു സംശയം. പക്ഷെ ഞാൻ പോലും അറിയാതെ ഞാനാ പാടിയത് 5-6 മില്യൺ പാടിയതല്ല, ഗായകരെ വോയിസിൽ പാടിയ 6 മില്യൺ. ഞാൻ കണ്ടേക്കുന്നത് 6 മില്യൺ അടുത്ത് പാട്ട് കമ്പനി അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി പേജുകളുണ്ട് ഇൻസ്റ്റയിലുള്ള. എനിക്കൊരു ന്യൂസ് ചാനലുണ്ട് ESP കൊച്ചി. അപ്പോൾ അതിൽ ഞാൻ ന്യൂസ് സംഭവങ്ങളൊക്കെ പോവാറുണ്ട്. രാജേഷ് ന്യൂസിന്റെ മെയിൻ ആളാണെന്ന് എനിക്കറിയാം. ന്യൂസ് വായിക്കുന്ന റീഡർ പോലെ ആണെന്നറിയാം. നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു സംഭവമാണ്. ഒരു ചാനലിൽ ഒരു വാർത്ത വരാൻ നേരത്തെ വാർത്ത വന്നു കഴിഞ്ഞിട്ട് ന്യൂസ് പറയൂലോ മേഖലയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. വോയിസ് ഓവർ അല്ല, വോയിസ് ഓവർ. ഞാൻ വാർത്ത വയ്ക്കുന്ന ഞാൻ വോയിസ് ഓവർ വോയിസ് നമ്മളെല്ലാവരും കാണാം. യൂട്യൂബിൽ വാർത്ത കൂടുതലും അങ്ങനെയാണല്ലോ വരുന്നത്. നമസ്കാരം, ESP കൊച്ചിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി രാജേഷ് അടിമാലി ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. രാജേഷ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞു പഠിച്ചു വെച്ച സാധനം പറയാം. പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ മറ്റേ SSLC പരീക്ഷയ്ക്ക് പോയിരുന്നിട്ട് പെട്ടെന്ന് പഠിച്ച ചോദ്യം വരാത്തതുകൊണ്ട് മറ്റേ പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. മറ്റേ ഞാൻ പറഞ്ഞില്ലേ പുതിയ മുഖത്തിലെ തല്ലി തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ. ഈ ഡയലോഗ് വാർത്ത വായിച്ചാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. തല്ലി തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ തിരിച്ചു വന്നതല്ല, ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എൻ്റെ കാലിൻ്റെ താഴെ ഇപ്പോൾ നിന്റെ നെഞ്ചു പുടക്കുന്ന താളമാണ് ഞാനെന്ന് ആഞ്ഞു ചവിട്ടിക്കഴിഞ്ഞാൽ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇതും നിലക്കും. കൊച്ചിയിൽ നിന്ന് അജയ് കുമാർ, മീഡിയ നെറ്റ് ന്യൂസ്, എറണാകുളം. അതാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്തേക്കാണ്. പിന്നെ രാജേഷ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. ചാരിറ്റി പ്രോഗ്രാം അതുപോലെയൊക്കെ ആയിട്ട് ഒരുപാട് ചെയ്യുന്നില്ലേ? ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൽ ഒരു ഞാൻ ഇന്ന് വന്നപ്പോഴും ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്തിട്ടാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണേ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഒരു 20 ഡയാലിസിസ് ചെയ്യാനുള്ള ചെക്ക്. 20 ഡയാലിസിസ് ചെയ്യാൻ എത്രയെന്ന് എനിക്കറിയാം. ചിലപ്പോൾ 2000 ഒക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. 20 ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു ചെക്ക് എൻ്റെ സുഹൃത്ത് മുഖേന മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടിമാലി ചെന്നിട്ട് വേണം കൊടുക്കാൻ. പിന്നെ എൻ്റെ നാട്ടിൽ ഒത്തിരി കിഡ്നി പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് വിഷയം ഉണ്ടാവില്ല ആദ്യം ചിലപ്പോൾ വിളിക്കുന്നത് തന്നെയായിരിക്കും അടിമാലിൽ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കിഡ്നിക്കോ ലിവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഗ്രാമൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഞാനും അനിയനും എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അടിമാലിലുള്ള പാട്ടുകാർ. അവരെല്ലാവരും കൂടിയിട്ട് അവരുടെ അന്നത്തെ ജോലിയും അവരുടെ അന്നത്തെ വരുമാനം എല്ലാം കളഞ്ഞിട്ട് ഭക്ഷണം പോലും ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് മേടിച്ച് കഴിക്കണേ. ഞങ്ങൾ തന്നെ പിരിച്ച്. പക്ഷേ അതിൽ ഈയിടെ ഒരു വർഷം മുമ്പായി ഒരു പയ്യൻ നമ്മുടെ സുഹൃത്ത് ചേട്ടൻ്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാബ്രിക്കേഷൻ വർക്കായിരുന്നു. അവനിങ്ങനെ മജ്ജയിൽ ക്യാൻസർ വന്നു. ഞങ്ങൾ 25 ലക്ഷം രൂപ ഞാൻ അവനൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. ഞാൻ അവൻ്റെ അക്കൗണ്ടല്ലേ ഇതിനകത്ത് ആഡ് ചെയ്ത് നമ്പറൊക്കെ വെച്ച് ഫേസ്ബുക്ക് അവന് വേണ്ടിയൊരു പേജ് സഹായം എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങിയിട്ട് അവന് അതിനകത്ത് തന്നെ 10 ലക്ഷം രൂപ എടുത്ത് അവന് അതിനകത്ത് കിട്ടി. പിന്നെ അതുകൂടെ ഞങ്ങൾ റോട്ടിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് 2 ദിവസം അടിമാലിൽ പാടി. അങ്ങനെ മൊത്തം 25 ലക്ഷം രൂപ അവിടെ നാട്ടുകാർ എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങളൊരു 10-15 രൂപ മൊത്തത്തിൽ അവന് കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ അവിടെ നാട്ടുകാരെല്ലാം കൂടി ഞങ്ങളൊരു 10-25 രൂപ ഒപ്പിച്ച് അവന്. പക്ഷേ അവൻ മരിച്ചുപോയി. അപ്പം അങ്ങനെ നമുക്കെല്ലാവരും നമുക്ക് സഹായിക്കാനേ ഉള്ളൂ. പക്ഷേ ബാക്കി ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പരമാവധി നമ്മളിങ്ങനെ ആദ്യം ഇത് പറയാറില്ല എങ്ങനെ ചെയ്യുന്നതെന്ന് ഇബ്രു ചോദിച്ചോണ്ട് മാത്രം. അപ്പം ഈ അടുത്തൊരു സംഭവം കേട്ടത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ രാജേഷ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. നല്ലൊരു കലാകാരനാണ്. അപ്പോൾ ഒരു 1 മാൻ ഷോ ചെയ്യുന്നതും ഒരു വെറൈറ്റി രൂപത്തിലൂടെ മിമിക്രി കൊണ്ടുവരുന്ന ഒരു കലാകാരനാണ്. സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് രാജേഷ് ഇവിടം വരെ എത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? എന്താണെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി എത്തിയല്ലോ. അതിന് ഒരുപാട് സന്തോഷം. ഞാൻ വരാൻ നേരത്തെ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഞാൻ മേക്ക് കണ്ടപ്പോഴാണ് ചോദിച്ചത്. ഞാൻ മേക്ക് കുത്താൻ നേരത്ത് ഒരു ചെറിയൊരു സംഭവം ഹൃദയത്തിൽ പതിഞ്ഞതുപോലെ ഒരു സംഭവം ഞാൻ കണ്ടു. എന്താണ് ശരിക്കും സംഭവം? എനിക്കൊന്ന് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാമോ?
ഇതാ എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഞാൻ രാജേഷിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അത് കാണിക്കാൻ പറ്റുമോ പ്രേക്ഷകർക്ക് വേണ്ടി? അത് കാണിക്കാവുന്നോർത്ത് പേടിക്കണ്ട. അതെ, എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടം. അതായത് ആ ഷോ എനിക്ക് ഭയങ്കരമായിട്ട് അതിനകത്ത് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ആ സീസൺ 1 കഴിഞ്ഞപ്പോൾ തൊട്ട്, ഭാഷാണ ഷാജിയൊക്കെ, ഞാൻ സായിച്ചേട്ടൻ്റെ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സായിച്ചേട്ടൻ കയറിയപ്പോൾ തൊട്ട് ഞാൻ ഈ ഷോ കാണുമായിരുന്നു ഡെയിലി. അപ്പോൾ എനിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇതിൻ്റെ എന്താ ഒരു ആരാധകനായി, ബിഗ് ബോസിൻ്റെ ആരാധനായി. ലാലേട്ടൻ്റെ ഭയങ്കര ആരാധകനാണ്. എനിക്ക് ലാലേട്ടൻ്റെ വോയിസ് അറിയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ വോയിസ് പഠിച്ച് ഞാൻ ഇപ്പോൾ ചെയ്തില്ലേ നിങ്ങളടുത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലാലേട്ടൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ആ വോയിസൊക്കെ, ബിഗ് ബോസ് 7ാം ദിവസം അങ്ങനെ പറഞ്ഞ വോയിസൊക്കെ ഞാൻ അതിനുവേണ്ടി തന്നെ പഠിച്ചത്, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനെ ഒന്ന് പച്ച കുത്തിന്നുള്ളൂ. ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ്റെ പടവും ബിഗ് ബോസുമായിട്ടുള്ള. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കാണണ്ടേ? കാണണോ? യെസ്, കാണണോ? ഇതാണോ എൻ്റെ പൊന്നെ, ഞാൻ ഇത്രയും കണ്ടില്ല കേട്ടോ. ഞാൻ കുറച്ചാർന്ന് ഞാൻ കണ്ടോളൂ. ഇത് ശരിക്കും ഇതിന് വേണ്ടിയിട്ട് അത്രക്ക് ഇഷ്ടമാണോ? പിന്നെ ബിഗ് ബോസ് ഇഷ്ടപ്പെടാതെ ആരുള്ളത്? കാരണം അതിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഷോ കാണുന്നത്. അല്ല, നെഗറ്റീവ് പറയണമെങ്കിൽ അത് കണ്ടുകൊണ്ടാണല്ലോ പറയുന്നത്. പിന്നെ കാണാതെ പറയുമല്ലോ. ഞാൻ പറയട്ടെ, സ്വാഭാവികമായിട്ടും മനുഷ്യർ ഒരു തന്നെ നല്ലത് കാണാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോഴും അതിനകത്ത് അടിയിടിയും വഴക്ക് കാണുമ്പോൾ അത് കാണാനായിട്ട് ഇഷ്ടംപോലെ ഫോളോവേഴ്സുള്ള ഒരു ഷോയാണ് ഏഷ്യനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയൊരു ഷോ ജിൻഡോ ചേട്ടൻ തന്നെ കാണാൻ പാടില്ല. ജിൻഡോ ചേട്ടൻ എനിക്ക് തോന്നുന്നത് ട്രെയിനറായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ജിൻഡോ ചേട്ടനെ അറിയാറുന്നുള്ളൂ. ഇപ്പോൾ ലോകം മൊത്തം ജിൻഡോ ചേട്ടനെ അറിയും. വിന്നറും കൂടി അല്ലേ പുള്ളി, അഖിൽമാരാണ്. എനിക്ക് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നമുക്ക് ചിലപ്പോൾ അവിടെ അതിൽ വരുമ്പോൾ ഞാൻ രക്ഷപ്പെടും, ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല എന്തെന്നുള്ളത്. ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെടുന്ന ചിലപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ രാജേഷ് ആരും തിരിച്ചറിയുന്നില്ല. ചിലപ്പോൾ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ചിലപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടും, തിരിച്ചറിയായിരിക്കാം. അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ കുത്തിവെച്ചേക്കുന്നത്. എന്നെ ഭാര്യയുടെ പോലും ഞാൻ കുത്തിയിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ചെറിയ സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ. നമുക്കൊരു നല്ലൊരു പാട്ട് പാടിയിട്ട് നമുക്ക് ലാസ്റ്റ് അല്ലേ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുലി എട്ടിക്കൊട്ടിക്കേറും താളം, ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കിടതകിലടി മേളം, ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാഹോ വേൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചെറിയ നമ്മുടെ ഒരു വലിയൊരു ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയതിൽ. സൂപ്പർ ഫാമിലി എന്ന പ്രോഗ്രാമിലൂടെ വിന്നറായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു ഇന്റർവ്യൂവും കൂടിയാണ് രാജേഷ് അടിമാലിയുടെ. അപ്പോൾ എന്താണെങ്കിലും രാജേഷ് അടിമാലിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു.